എന്തായാലും 2020 ലോകകപ്പ് അതിൻ്റെ അവസാന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകം കാത്തിരുന്ന ഇന്ത്യൻ ആരാധകരൊക്കെ കാത്തിരിക്കുന്ന ആ ഒരു ദിനം വന്നെത്തിയിരിക്കുകയാണ്. ലോകകപ്പിൻ്റെ കലാശ പോരാട്ടമാണ് ഇന്ന്. കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന, അതായത് ജൂൺ ആദ്യവാരം തുടങ്ങിയ ആ ഒരു 2020 ലോകകപ്പിൻ്റെ വിശ്വകിരീടത്തിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം അതിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് 2 ടീമുകൾ മാത്രമാണ്. അതിലാര് കപ്പ് ഉയർത്തും എന്നുള്ളതാണ് നോക്കേണ്ടത്. ആദ്യം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോകാം. 2020 ലോകകപ്പിൻ്റെ കലാശ പോരാട്ടം ഇന്ന്. 2ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ ആദ്യ കിരീടം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നത്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ബാർബഡോസിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ 8ലും തോൽവി അറിയാതെ അജയ്യരായാണ് ടീം ഇന്ത്യ 2020 ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിയത്. സൂപ്പർ 8ൽ ഓസീസിനെതിരെയും സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെയും അർദ്ധ സെഞ്ചുറിയുമായി പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ നട്ടെല്ല്. മികച്ച ഫോമിൽ തുടർന്ന ഋഷഭ് പന്തും മധ്യനിരയിൽ തകർത്തടിക്കുന്ന സൂര്യകുമാറും ഹർദിക് പാണ്ഡ്യയും ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് ഇരട്ടിയാക്കുന്നു. ഏത് നിമിഷവും മത്സരത്തിന്റെ ഗതി മാറ്റുന്ന ജസ്പ്രീത് ബുംറ, വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലുള്ള അർഷദീപ് സിംഗ്, സ്പിന്നിലൂടെ എതിരാളികളെ കറക്കി വീഴ്ത്താൻ കുൽദീപ് യാദവും അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും. ഇവരാണ് ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ കരുത്ത്. അങ്ങനെ ബാറ്റർമാരും ബൗളർമാരും ഒരുപോലെ തിളങ്ങുന്നു എന്നതാണ് ടീം ഇന്ത്യയുടെ ആത്മവിശ്വാസം. മറുവശത്ത് ഡീകോക്ക്, മർക്രം, ക്ലാസൻ, മില്ലർ എന്നിവരടങ്ങുന്ന ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിര ശക്തമാണ്. ബൗളിങ്ങിൽ ആൻഡ്രിസ് നോർക്കയും കഗീസോ റബാദയും ഷംസിയുമാണ് പ്രോട്ടീസിൻ്റെ കരുത്ത്. തോൽവിയറിയാത്ത 2 ടീമുകൾ ഏറ്റുമുട്ടുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഇത്തവണത്തെ 2020 ലോകകപ്പ് ഫൈനലിന്. സ്പോർട്സ് ഡെസ്ക്, ജനം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്ത് കൂടെ ചേരുന്നുണ്ട്. ശരത്ത്, എന്തായാലും കായിക ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ടീം ഇന്ത്യൻ ആരാധകരൊക്കെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ഒരു കിരീടം നേടുക എന്നുള്ളത്. 2011 ലോകകപ്പിന് ശേഷം ഒരു കിരീടം നേടുക എന്നുള്ളതിലേക്ക് ആരാധകരൊക്കെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ശരത്തിലേക്ക് കൂടുതൽ വരാൻ തോന്നുന്നു. നമുക്കതിന് മുമ്പ് കൊച്ചിയിൽ കറുകപ്പള്ളിയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ മിഥുൻ മുരളി അവിടുത്തെ കായിക കൂട്ടായ്മയ്ക്കൊക്കെ ഒപ്പം മിഥുൻ ചേരുന്നുണ്ട്. മിഥുനെ, ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ്. 2011 ശേഷം വാങ്കഡയിൽ ഇന്ത്യ കപ്പ് ഉയർത്തിയതിന് ശേഷം ഒരു കപ്പിന് വേണ്ടി ആരാധകരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ ആരാധകരുടെ ഒരു ആവേശം? നിഖിലെ, കൊച്ചിയിലെ ആരാധകരുടെ ആവേശം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കപ്പിനും ചുരുണ്ടിനും ഇടയിൽ ഒരു കപ്പ് നഷ്ടപ്പെട്ടതിന്റെ നിരാശ ഇന്ത്യൻ കായിക പ്രേമികൾക്കെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട്. അതിന്റെ ആ നിരാശ ഇത്തവണ മറികടക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇവരെല്ലാം പ്രകടമാകുന്നത്. എന്തായാലും എത്രത്തോളം ഉണ്ട് ഇന്ത്യയുടെ ആ വിജയപ്രതീക്ഷ? നമ്മുടെ വിജയപ്രതീക്ഷ എത്രത്തോളമാണ് ഇത്തവണ? നമുക്കൊരു 100% നമുക്ക് വിജയം, നമുക്ക് അത്ര ഫോമിലാണ് നമ്മ അത്ര നല്ല രീതിയിൽ നമ്മൾ കളിക്കുന്നത്. ബാറ്റ്സ്മാൻമാരാണെങ്കിലും ബോളർമാരാണെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ കളിയും ജയിച്ചിട്ടാണ് വന്നത്. സൗത്ത് ആഫ്രിക്ക എല്ലാ കളിയും ജയിച്ചിട്ടാണ് വന്നേക്കണം. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ജയിക്കുമെന്ന് ഉറപ്പാണ് ഇന്ത്യ. നമ്മുടെ ബാറ്റ്സ്മാൻമാരാണെങ്കിലും നമ്മുടെ രോഹിത് ശർമ്മയൊക്കെ നല്ല ഫോമിലാണ്. ബോളർമാരാണെങ്കിലും നമ്മുടെ സ്പിന്നർമാരെ വെച്ചാണ് ഇപ്പോൾ മെയിൻ കളി വന്നത്. എന്തായാലും നമ്മൾ വിജയിച്ചിരിക്കും, 100% വിജയിച്ചിരിക്കും. ഫൈനലിൽ വിരാട് കോഹ്ലി ഇറങ്ങി ഒരു കരുത്തായിട്ടുള്ള ഒരു ഫോമിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് പ്രതീക്ഷിക്കുന്നു. വിരാട് കോഹ്ലി ഭയങ്കര ഇത്തിരി മോശം പ്രകടനം പറഞ്ഞ എല്ലാ കളിക്കും. പക്ഷേ ഈ ഫൈനലിൽ പുള്ളിയുടെ ആവശ്യം ഇപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പുള്ളിയായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നമ്മൾ വിചാരിക്കണം. അപ്പം തന്നെ സഞ്ജു സാംസൺ കളിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? സഞ്ജു സാംസൺ നമ്മൾ കളിപ്പിക്കുന്നത് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ മാനേജ്മെന്റിന്റെ ഒക്കെ ഒരു പ്രശ്നം. കളിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ അവർ നല്ല ഫോം ഉണ്ടായിട്ടുണ്ട്. 100 സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അവരുടെ പിച്ചിൽ തന്നെ. ചിലപ്പോൾ ഇറക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു കളിയിലും തോൽക്കാതെയാണ് ഇത്തവണ ഫൈനലിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എത്രത്തോളം വെല്ലുവിളിയാണ് അവർ ഉയർത്തുന്നത്? വെച്ചാൽ അവർ 2 ടീമും പറയാൻ പറ്റൂല. T20 വേൾഡ് കപ്പ് ആണല്ലോ. ഇപ്പോൾ 50-50 എന്നാണ് നമ്മൾ ഇതാക്കണം. ഫസ്റ്റത്തെ 10 ഓവറാകുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. രോഹിത് ശർമ്മ പുറത്തെടുത്തിരിക്കുന്ന ഒരു ഫോമുണ്ട്. അത് എല്ലാ തരത്തിലും ഒരു ആത്മവിശ്വാസവും ഉണർവൊക്കെ ടീമിന് നൽകുന്നുണ്ട്. ഇത്തവണ ഫൈനലിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? അങ്ങനെ തന്നെ. എന്തൊക്കെയാണ് പിന്നെ കൂടുതലായിട്ടൊരു ആവേശം? എത്രത്തോളം ഒരുക്കത്തിലെത്തി കൊച്ചിയിലെ കാര്യങ്ങളൊക്കെ? ഇത് വേറൊന്നുമല്ല, സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സെമി തന്നെ വരുന്നത്. ഇപ്പോൾ ഫൈനലിലെത്തിയിരുന്നു. ആ സൗത്ത് ആഫ്രിക്കനെ സംഭവിച്ച് അവർ മികച്ചൊരു കളിയാണ് അവർ കാഴ്ച. അപ്പം നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ വന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെമിയിൽ പോലും സൗത്ത് ആഫ്രിക്ക എത്തുന്നത്.
അപ്പോൾ അതിൻ്റെ പേരിൽ എന്തായാലും സൗത്ത് ആഫ്രിക്ക കപ്പ് കൊണ്ടുപോട്ടെ. സൗത്ത് ആഫ്രിക്ക എന്തായാലും കപ്പടിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. അക്ഷർ പാട്ടിൽ, ഹർദിക് പാണ്ഡ്യ എന്നിവരുടെ ഒരു ഓൾറൗണ്ട് മികവും ഇത്തവണ കഴിഞ്ഞ കളികളിലെല്ലാം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതും ഒരു വിജയത്തിന് ഒരു പ്രധാന ഘടകമാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർ നല്ല സ്പിന്നർമാരായാലും നമ്മുടെ പേസർമാരായാലും നന്നായിട്ടാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നല്ലൊരു വിശ്വാസം ഉണ്ട് അവരായിട്ട്. ഇവർ നല്ല രീതിയിലൊരു ടീമായിട്ട് തന്നെ പോയേക്കണത്. പിന്നെ അവർ എന്തായാലും നല്ലൊരു പെർഫോമൻസ് പുറത്തെടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ നായകനും പറഞ്ഞിട്ടുണ്ട്, രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട്, 4 സ്പിന്നർമാരോട് നമ്മുടെ രോഹിത് ശർമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളിയുടെ ടാക്ടിക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ സ്പോർട്സ് കൂട്ടായ്മ നമ്മുടെ ഫൈനലുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വലിയൊരു സ്ക്രീനൊക്കെ പ്രദർശനത്തിന് തയ്യാറായിട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ആളും ആരോ ഒക്കെ തയ്യാറായി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? സമയമേ എല്ലാവരും വർക്കിനൊക്കെ പോയേക്കണേ. വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു 7 മണിയാകുമ്പോൾ ആൾക്കാരെല്ലാവരും കൂടും. പിന്നെ നമ്മുടെ ചായ സമൂസയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി യൂറോ കപ്പ് ഉണ്ട് 9:00-ക്കും 12:00-ക്കും. അപ്പോൾ നമുക്ക് ഇറ്റലിയുടെ കളി നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ആ ആവേശമാക്കി തന്നെയാണ് നിങ്ങൾ നമ്മുടെ ദേശാമനോട് കറുപ്പള്ളി കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മയാണിത്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ആണെങ്കിൽ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ചെയ്തേക്കണം. ഇവിടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് യൂറോ കപ്പ് ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. യൂറോ കപ്പ് കോപ്പ അമേരിക്ക കാലത്ത് 5:30 വരെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ DRKയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവിടുത്തെ കറുകപ്പള്ളി കൂട്ടായ്മയുടെ. എത്രത്തോളം പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവരെ പ്രതീക്ഷയിൽ വിജയത്തിൽ കവിഞ്ഞ ഒന്നും നമ്മൾ കാണുന്നത് മുമ്പോട്ട് വെക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പറയാല്ലേ? ഇത് വിജയം തന്നെയാണ്. ഇന്ത്യ ഇന്ന് ജയിക്കും. ഞങ്ങൾ ഇന്ന് പടക്കവും പൊട്ടിക്കും. ഞങ്ങളിവിടെ ആഘോഷിക്കുകയും ചെയ്യും. ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മയുടെ, അതായത് DRKK എന്നും ഇതേമാതിരി കളി ഇന്ത്യയുടെയും മറ്റേ ഫുട്ബോളും മറ്റുള്ള കളി ക്രിക്കറ്റും എല്ലാ കാര്യങ്ങൾക്കും സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഇതേപോലെ ഒരുക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരാറുമുണ്ട്. എല്ലാവർക്കും അതിനുള്ള സംവിധാനം, ചായ, കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കറുകപ്പള്ളിക്കാർക്ക് ഒരു ആഹാരമാണ്. അതുമല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിനെല്ലാം ഇവിടെ നമ്മൾ കാണാത്ത അത്രയും ജനങ്ങളാണ് വന്നത്. അത്രയും സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് കറുകപ്പള്ളി പ്രദേശത്തുള്ള ഈ ചെറുപ്പക്കാരും ഈ പ്രദേശത്തെ ആളുകളെല്ലാം. നിങ്ങളുടെ ഒരു അവലോകനം എന്ന നിലയിൽ എല്ലാത്തരം സ്പോർട്സ്, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അത് കൃത്യമായി അനലൈസ് ചെയ്യുന്ന ആളുകളാണല്ലോ. നേരത്തെ പറഞ്ഞു ഇന്ത്യക്കൊപ്പം തന്നെ വെല്ലുവിളി, അതായത് ഒരു കളിയിലും തോൽക്കാതെ ഇത്രയും വന്ന ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സൗത്ത് ആഫ്രിക്ക അവർ കഷ്ടപ്പെട്ട് വന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ഇന്ത്യ ജയം ഇന്ത്യക്ക് തന്നെയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ എല്ലാ കളിയുടെ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ ഇന്ത്യയുടെ കറക്റ്റായിട്ടുള്ള ഫോം ഉണ്ട്. നമ്മൾ 100% ആത്മവിശ്വാസമാണ്. ജയിക്കും, പടക്കം പൊട്ടിക്കും. അതിലൊരു 500% ആത്മവിശ്വാസം. ഒരു വെല്ലുവിളിയും ഇന്ന് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക യാതൊരു വെല്ലുവിളിയും. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഒരാളുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. പടക്കമൊക്കെ ഇന്ന് റെഡിയാക്കി വെച്ചേക്കണേണ്. പുള്ളി ഇന്ന് 9 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകും. ഞങ്ങൾ അവിടെ കൊണ്ട് പൊട്ടിക്കാന്ന് വരുത്തേക്കണേണ് പടക്കം. വിജയം വന്ന് നേരെ അവിടെ കൊണ്ട് പൊട്ടിക്കും. പുള്ളി 9:30 ആകുമ്പോൾ വീട്ടിൽ പോകും. 2007 നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ പോയാണ് അവിടെ വെച്ചായിരുന്നു മത്സരം നടന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ദക്ഷിണാഫ്രിക്കയോട് തന്നെ ആ കപ്പ് ഇന്ത്യയിൽ ഇന്ത്യ കപ്പ് കൊണ്ടേ വരുള്ളൂ. അത് വന്നേ പറ്റും. അതാണ് നമ്മുടെ കഴിഞ്ഞ കളിയിലെ വിലയിരുത്തലേക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം അതിന്റെ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന കളികളായിരുന്നു കഴിഞ്ഞ കളികളെല്ലാം തന്നെ. അപ്പോൾ ആ കാര്യത്തിലും നമുക്ക് ആത്മവിശ്വാസം തന്നെയാണ് പറയാനുള്ളത് അല്ലേ? പിന്നെ ഒന്നും പറയാനില്ല. താരനിരയെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമെങ്കില് ഇന്ത്യ എന്താണെന്നുള്ള ഇന്ത്യ കഴിഞ്ഞ 2-3 കളി പാകിസ്ഥാനായിട്ടുള്ള കളി മുതൽ ഇന്ത്യ ബോളിംഗ് കാണിച്ചിട്ടുണ്ട്. 4 സ്പിന്നേഴ്സിന് വേണമെന്ന് എന്തിനാണെന്നുള്ളതും കഴിഞ്ഞ കളി രോഹിത് ശർമ്മ പറഞ്ഞാൽ കഴിഞ്ഞ കളി ഇംഗ്ലണ്ടായിട്ടുള്ള കളിയിൽ നമുക്ക് തെളിഞ്ഞ്. ബോളിംഗ് ഇന്ത്യ ഒന്നും നോക്കല്ല, 100 അടിച്ചാൽ പോലും ഇന്ത്യ ജയിക്കും എന്നുള്ളതിലാണ് ബോളിംഗ് നിൽക്കുന്നത്. ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയുടെ ഒരു ഫോമാണ് നമ്മളാകെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷെ അത് രോഹിത് ശർമ്മയും പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ എല്ലാ ഫോമും ഈ തവണത്തെ ഫൈനലിൽ പുറത്തിറക്കുന്നു. വേണ്ടിയാണ് അയാൾ വെച്ചേക്കണെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പിന്നെ ഡൂബെ എന്നൊരു കളിക്കാരനെ മാറ്റിയിട്ട് സഞ്ജുവിനെ ഇറക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. കാര്യം ഡൂബെ ബോൾ ചെയ്യണില്ല. ബോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഞ്ജുവാണ് അതിൽ ഏറ്റവും നല്ലത് ബാറ്റിംഗ് നിരയിൽ നോക്കുമ്പോൾ. അതപ്പോൾ ഡൂബയ്ക്ക് പകരം ജയ്സ്വാളോ സഞ്ജു രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഇറക്കണം എന്നാണോ ഉള്ളിലെ ആഗ്രഹം? സഞ്ജുവാണ് ഓപ്പണർ അല്ലല്ലോ. ഓപ്പണറെ വേണ്ടെങ്കിൽ ജയ്സ്വാളാണ്. പക്ഷേ ഈ ഒരു മിഡിൽ ഓർഡറിൽ വരുമ്പോൾ സഞ്ജുവാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. അയാളുടെ പെർഫോമൻസ് കഴിഞ്ഞ IPL പെർഫോമൻസ് നോക്കിയാൽ അറിയാം അയാളുടെ ടച്ച് എവിടെ നിൽക്കണമെന്നുള്ളത്. അയാൾ ഇറക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഇറക്കും. ഒരു 95% ഇറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ആണല്ലോ, കോഹ്ലി ഫോമാവുന്നു. ബോളിംഗ് തന്നെ നമുക്ക് ആശങ്കയൊന്നുമില്ല. പ്രായഭേദം ഇല്ലാതെയാണ് ഈ കൂട്ടായ്മയിൽ ആരാധകർക്ക് കായിക പ്രേമികളുള്ളത്. അല്ലെങ്കിൽ കുഞ്ഞ് ആരാധകരുണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് നമ്മുടെ ടീം ഇന്ന് വിജയം കപ്പിൽ മുത്തമിടുന്ന കാര്യത്തിൽ? 100% പ്രതീക്ഷ എനിക്കുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും. ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കും.
എന്തൊക്കെയായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇപ്പൊ ആളുകാരമൊക്കെ ആയി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ പതാകകളുടെ കൊടിതോരണങ്ങളൊക്കെ കാണാം, പിന്നെ ചെറിയൊരു സ്ക്രീൻ കണ്ടു. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ ഇവിടേക്ക് എത്തുമായിരിക്കും അല്ലേ? വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് താമസിക്കും. അവരെല്ലാവരും നമ്മ ഒരുപോലെ തന്നെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത്, ഇവിടെ വേറെ ആരും അങ്ങനെ നമ്മുടെ DRK മാത്രമാണ് ഈ ഒരു സെറ്റപ്പ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്. നമ്മ കളിയെന്നല്ല, ഒരുപാട് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പാവപ്പെട്ട സഹായിക്കണായാലും എന്തിലായാലും നമ്മെല്ലാം ഫുൾ ടൈം കൂടെ ഉണ്ട്. അത് ഒരു ഭാഗ്യത്തിനുള്ളൊരു കൂട്ടായ്മയാണ്. നിഖിലെ, കൊച്ചി അതിന്റെ ഫോമിലാണ്, ഏറ്റവും ഫോമിലാണ്. ഇനി വരും മണിക്കൂറുകളിൽ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞ് ആളുകൾ ഇവിടേക്ക് എത്തും. അവർക്ക് വേണ്ട കാപ്പിയും പലഹാരങ്ങളും ചായയും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് ഇന്ത്യയുടെ വിജയത്തിന് വേണ്ടി, ഇന്ത്യയുടെ 500% വിജയം ഉറപ്പെന്നാണ് ഇവിടുത്തെ കായിക പ്രേമികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിജയത്തിൽ കവിഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. 2007 ഉയർത്തിയ ആ കപ്പ് വർഷങ്ങൾക്ക് ഇപ്പുറം, ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ഇന്ത്യ ആ കപ്പിൽ മുത്തമിടും. അതിൽ യാതൊരു സംശയവുമില്ല. പടക്കങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. പടക്കം പൊട്ടിക്കും, ആഘോഷിക്കും, ലഡു വിതരണം ചെയ്യും, മധുര പലഹാരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് ഇവിടെ വിജയത്തിൽ കവിഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ കൊടിതോരണങ്ങളും, നമ്മുടെ ഭാരതത്തിന്റെ കൊടിതോരണങ്ങളും വലിയ സ്ക്രീനുകളൊക്കെ സജ്ജമാക്കിക്കൊണ്ട് ആ ഒരു ആവേശത്തിന് വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രം, 3 മണിക്കൂർ മാത്രമേ ഉള്ളൂ ആ കലാശ പോരാട്ട് കാണുമെന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കൊച്ചിയിലെ കായിക പ്രേമികൾ. നിഖിൽ, ഇതിനെ എന്തായാലും തുടരുക. കാരണം വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന മിനിറ്റുകളിലൊക്കെ നമുക്കതിൻ്റെ കൂടുതൽ ആരാധകരുടെ ആവേശങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആരാധകരൊക്കെ അതിൻ്റെ ഇതിലേക്ക് ഫുൾ ഫോമിലേക്ക് വരുന്നതേ ഉള്ളൂ. കാരണം ജോലി തിരക്കുകളുണ്ട്, ജോലി കഴിഞ്ഞ് ആരാധകരൊക്കെ വരേണ്ടതുണ്ട്. അവിടെ വലിയ സ്ക്രീൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് മാത്രമല്ല, അവർ പറയുന്നത് കേട്ടാൽ യൂറോ കപ്പും കോപ്പയും എല്ലാം അവരുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. ശരത്ത് തുടരുന്നുണ്ട്. ശരത്ത്, ഇന്ത്യയുടെ ഇന്നത്തെ ഒരു പ്രതീക്ഷ നോക്കിയാൽ ഇന്നത്തെ പ്ലേയിങ് ലെവലിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ, ഇപ്പോൾ ആരാധകരൊക്കെ പറയുന്നത് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണം, ദുബൈയെ മാറ്റണം എന്ന തരത്തിലൊക്കെയാണ്. ശരത്ത് എത്രത്തോളം സാധ്യത കാണുന്നുണ്ട്? ഒരു പ്ലേയിങ് ലെവലിൽ ഒരു മാറ്റത്തിന് സാധ്യത ശരത്ത് കാണുന്നുണ്ടോ? കാരണം പ്ലേയിങ് ലെവലിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത വളരെ പരിമിതമാണ്. കാരണം അത്തരൊരു സാധ്യത വരാൻ കാരണം ഇന്ത്യ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു സക്സസ്ഫുൾ പ്ലേയിങ് 11 കൊണ്ടാണ്. കാരണം ആ ഒരു പ്ലേയിങ് ലെവൽ ഇന്ത്യ ഒരു പരാജയം പോലും ഇതുവരെ നേരിട്ടിട്ടില്ല. അതിനാൽ തന്നെ അത്തരത്തിലൊരു ചേഞ്ചിന് നായകൻ മുതിരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം വിരാട് കോഹ്ലി നിലവിൽ ഫോമിലല്ല, എങ്കിൽ കൂടിയും അദ്ദേഹം ഫൈനലിൽ കളിക്കുമെന്ന് താരം ഏറെക്കുറെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹം തൻ്റെ ഫോമെല്ലാം ഫൈനലിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് താരം നേരത്തെ നടന്ന പ്രസ് കോൺഫറൻസിലും അടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം അടക്കം പറഞ്ഞിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ ഫോമിൽ തനിക്ക് ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ T20 ലോകകപ്പിലാകട്ടെ മികച്ച പ്രകടനമാണ് വിരാട് കോഹ്ലി പുറത്തെടുത്തത്. പക്ഷേ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ കിങ്ങിന്റെ നിലവാരത്തിലേക്കുള്ള ഒരു പല ഇന്നിങ്സുകളിലും 2 കടക്കാൻ പോലും സാധിച്ചിട്ടുണ്ട്, സെമിയിലടക്കം. തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് 37 റൺസ് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. അത് ആകെ 66-71 റൺസ് മാത്രമേ അദ്ദേഹത്തിന് ഈ ടൂർണമെന്റിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഈ ലോകകപ്പിൽ വ്യക്തിഗതമായിട്ട് അദ്ദേഹം 92 റൺസ് എടുത്തിട്ടുണ്ട്. അതിന്റെ അടുത്ത് പോലും കോഹ്ലിക്ക് ഈ ടൂർണമെന്റിൽ ആകെ സ്കോർ ഉയർത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വിരാട് കോഹ്ലി മങ്ങിയൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഈ ലോകകപ്പിൽ ഒരുപക്ഷെ ഫൈനലിൽ പോരാട്ടത്തിൽ വിരാട് കോഹ്ലി തിളങ്ങുകയാണെങ്കിൽ അതൊരു ചരിത്രമാവും. അദ്ദേഹത്തിന് ഫൈനലിന് വേണ്ടി മാത്രമായി അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടാവുക എന്നൊരു തരത്തിൽ ആളുകൾ സംസാരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ആരാധകർ അടക്കം സംസാരിച്ചതാണ്. ഫൈനലിന് വേണ്ടി ഒരു തിരി കൊളുത്തി ഇട്ടിരിക്കുകയാണ്. ഫൈനലിൽ ചിലപ്പോൾ ആ തിരി പൊട്ടി ചിലപ്പോൾ തെറിച്ചേക്കാം. ഇന്ത്യക്ക് വേണ്ടി ആ ഒരു വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആ ഒരു സ്ഫോടകാത്മകമായ ഒരു ബാറ്റിംഗ് പ്രകടനം നമുക്ക് വിരാട് കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. കാരണം കുറച്ചും കൂടി കളിയെപ്പറ്റി പറയാൻ, അല്ലെങ്കിൽ ആരാധകരുടെ ആവശ്യത്തെ പറയാൻ ഉള്ള ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. കാരണം ഈ ഒരു 2020 ലോകകപ്പ് തുടങ്ങിയ ദിവസം മുതൽ നമ്മോടൊപ്പം നമുക്ക് അമേരിക്കയിൽ നിന്നും ഒപ്പം വെസ്റ്റ് ഇൻഡീസിൽ നിന്നും നമുക്ക് ദൃശ്യങ്ങളും നമ്മൾ റിപ്പോർട്ടുകളും ഒക്കെ തന്നുകൊണ്ടിരുന്ന നമ്മളുടെ പ്രതിനിധിയായിട്ടുള്ള KR നായർ ചേരുന്നുണ്ട്. ശ്രീ KR നായർ, അതായത് ലോകകപ്പിൻ്റെ ഒരു ആവേശം അതിൻ്റെ അവസാന ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ആവേശമുള്ളത്? മത്സരം തുടങ്ങാൻ ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് അവസാന വട്ടത്തെ ഒരുക്കങ്ങൾ, ആവേശങ്ങൾ? ഇവിടെ വളരെ അധികമാണ്. എന്താന്ന് വെച്ചാൽ ഒരു ഫൈനൽ എന്ന് പറയുന്നത് അതിൻ്റെതായ ഭയങ്കര ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയേണ്ടത് മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയമുണ്ട്. പക്ഷെ ഇതാ നോക്കുക, നല്ല ബ്ലൂ സ്കൈ ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ഇത് കണ്ടോ, നമ്മുടെ കേരളം പോലെ തന്നെയാണ് നല്ല എല്ലാം ചുറ്റും പച്ച ഉള്ള ഒരു സ്ഥലമാണ്. ആൻഡ് എല്ലാവർക്കും ഇവിടെ കാത്തിരിക്കുകയാണ് എങ്ങനെ ഈ ഫൈനൽ നടക്കും, ഇന്ത്യ ജയിക്കുമോ. ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാരും ഇന്ത്യ ഫാൻസ് ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സൗത്ത് ആഫ്രിക്കൻസേ ഇവിടെ വന്നിട്ടുള്ളൂ. ഈ എല്ലാ ഇവിടുത്തെ ഇന്നലെയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റുകളും എല്ലാ ബാറുകളും
എല്ലാം ഇന്ത്യക്കാർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. ഗംഭീരമായിട്ട് വിജയിക്കും. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ആഘോഷം നടത്താനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. സോ അതാണ് മെയിൻ പ്ലാന്. ഒരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ ദിവസം താങ്കൾ ഇപ്പോൾ രാഹുൽ ദ്രാവിഡിന്റെയും അതോടൊപ്പം അക്ഷർ പട്ടേലിന്റെയും ഒക്കെ പത്രസമ്മേളനത്തിൽ മീഡിയ പ്രസ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് നേരിട്ട് ചോദ്യം ചോദിച്ച ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ ദ്രാവിഡോ അക്ഷർ പട്ടേലോ ഒക്കെ ടീമിലെ പ്ലേയിങ് 11 എന്തെങ്കിലും ചേഞ്ചിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ പ്ലാനിനെ പറ്റി സഞ്ജു കളിക്കാനുള്ള സാധ്യതയെ പറ്റിയൊക്കെ ദ്രാവിഡ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ഹിന്റ് തന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സൗത്ത് ആഫ്രിക്ക പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമില്ല. ആര് കളിക്കുന്നു ആര് കളിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാപ്പോഴും ഉള്ള ഒരു തിയറിയാണ്. ഒരിക്കലും ടീം അനൗൺസ് ചെയ്യത്തില്ല. സോ സെയിം തിങ് ഇവിടെ നടത്തിയിരിക്കുകയാണ്. പക്ഷെ രാഹുൽ പറയുന്നത് ഒരു കാരണവശാലും പഴയ കാര്യങ്ങൾ ആലോചിക്കരുത്. നമ്മള് ലാസ്റ്റ് ടൈം ഫൈനലിൽ തോറ്റത് ഒരു കാരണവശാലും അത് മനസ്സിൽ കൊണ്ടുവരരുത് എന്നാണ്. പ്രസന്റിൽ ജീവിക്കുക. അങ്ങനെയാണ് ഇപ്പൊ പ്രഷർ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ ജയിച്ചു കഴിഞ്ഞ് പ്രസന്റിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം, നമ്മുടെ ആരാധകരൊക്കെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. ആരാധകരൊക്കെ വളരെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. കാരണം മഴയ്ക്കുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം ഇപ്പോൾ അവിടെ വളരെ തെളിഞ്ഞൊരു ആകാശമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ തെളിഞ്ഞൊരു ആകാശം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീല കളറിലുള്ള ഒരു നീലാകാശം തന്നെയാണ്. മഴയ്ക്കുള്ള സാധ്യത എന്നാലും എത്രത്തോളം ഉണ്ട്? അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അധികൃതർ ഈ മഴയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടോ? മഴ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും മഴ വരാം. പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം നിൽക്കത്തില്ല. ആഞ്ഞൊന്ന് പേ ചെയ്തിട്ട് അങ്ങ് അണഞ്ഞു പോകും. അങ്ങനെയാണ്. സോ ഇപ്പോഴും നല്ല നീലാകാശമാണ്. നല്ല നീലാകാശം. ഒന്നുമില്ല. സഡൻ ആയിട്ട് കുറെ ക്ലൗഡ്സ് വരും, അങ്ങ് മഴ പെയ്യും. പക്ഷെ മൺഡേ ഇവിടെ ഒരു ഹറിക്കേനിന് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അറിയാൻ വയ്യ. പക്ഷെ അതിന്റെ കാറ്റടി കളി കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. കാറ്റടി ഇന്ത്യ കപ്പോട് പൊക്കിക്കൊണ്ടിരിക്കുമ്പോ വരട്ടെ. അങ്ങനെ ആവുമ്പോൾ നല്ല ആവേശത്തോടെ കപ്പോടുകൂടി ഇന്ത്യയിലേക്ക് ഒഴുകി വരാം എന്നുള്ളതാണ് ഇവിടുത്തെ കാണികൾക്ക് വേണ്ടത്. ഓക്കെ, ശ്രീ കെ ആർ നായർ തുടരുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് ചേരുന്നുണ്ട്, ശ്രീകുമാരനുണ്ണി എന്ന് പറയുന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീകുമാരനുണ്ണി, അതായത് ഇന്ന് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. താങ്കൾ ഇന്ത്യക്കുള്ള എത്രത്തോളം വിജയപ്രതീക്ഷയിലാണ്? അതുപോലെ വിരാട് കോഹ്ലി ഇന്ന് കളിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? 100%. നമ്മൾ 100% കപ്പും കൊണ്ട് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്ന് രോഹിതിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനം എന്ന് പ്രതീക്ഷിക്കാമോ? അതുപോലെ തന്നെ ആരാധകർ ഉറ്റുനോക്കുന്ന പോലെ സഞ്ജു സാംസണെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തണം എന്നാണോ താങ്കളും പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ആകാംക്ഷ അത് തന്നെയാണ്. ഈ ഒരു എന്താ പറയുക, അവസാന കലാശക്കൊട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സഞ്ജു സാംസൺ കൂടി ടീമിൽ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീകുമാരൻ ഉണ്ണി. എന്തായാലും ദുബായിൽ നിന്നും ശ്രീകുമാരൻ ഉണ്ണിയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ കെ ആർ നായർ തുടരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ശരത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നുണ്ട്. ശരത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യയുടെ പ്ലേയിങ് 11ൻ്റെ കാര്യമാണ്. പ്ലേയിങ് 11ൽ ദുബൈയെ മാറ്റി വിരാട് കോഹ്ലിയെയും ദുബൈയും മാറ്റി ജയ്സ്വാളിനെയും അതോടൊപ്പം സഞ്ജുവിനെയും പ്ലേസ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയൊക്കെ വളരെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ദുബൈയെ മാറ്റാനുള്ള വിരാട് കോഹ്ലിയെ മാറ്റാനുള്ള സാധ്യത വളരെ വിരളമാണ്. ദുബൈയെ മാറ്റാനുള്ള സാധ്യത എത്രത്തോളമുള്ളത്? ദുബൈയെ മാറ്റുക എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ താരം സംപൂജൻ, അതായത് 0 റൺസ് എടുത്ത് പുറത്താകുന്ന ഒരു കാഴ്ചയാണ്. അതിന് 1 റൺസ് പോലും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ മധ്യ ഓവറുകൾ ഒരുപക്ഷെ സഞ്ജു സാംസൺ ആണെങ്കിൽ തകർത്തടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ IPL അടക്കം കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് നിലവിൽ. അദ്ദേഹത്തിന് അപ്പോൾ ഒരു ക്യാപ്റ്റൻസി മികവും തൻ്റെ ഉള്ളിലൊരുണ്ട്. ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, ഒരു ടീമിന്റെ സ്കോറിംഗ് എത്രത്തോളം ഉയർത്തണം എന്നുള്ളൊരു കാര്യം, റൺ റേറ്റ് കുറയാത്ത രീതിയിൽ എങ്ങനെ ഉയർത്തണം എന്നുള്ള ഒരു മനോഭാവം സഞ്ജു സാംസൺ ഉണ്ട്. അപ്പോൾ സഞ്ജു സാംസൺ ഒരുപക്ഷെ മധ്യനിരയിൽ ഇറക്കുകയാണെങ്കിൽ ടീം പതറുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ടീമിന്റെ സ്കോർ ഉയർത്തേണ്ട ഒരു സാഹചര്യത്തിൽ
തന്നെ കൊണ്ടാവുന്ന വിധം അത് ഉയർത്തുവാൻ സഞ്ജു സാംസൺ സാധിക്കും. കാരണം അദ്ദേഹത്തിന് ഒരു ബാറ്റിംഗ് ശൈലി പരിശോധിച്ചാലും ഒരു സ്ഥിരതയാർന്ന ബാറ്റിംഗ് അല്ല. അദ്ദേഹത്തിന് വരിക, വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കുക, പുറത്താവുക, അത് തന്നെയാണ് സഞ്ജു സാംസൺ ഉടനീളം IPL ആകട്ടെ ഇന്ത്യൻ ടീമിലാകട്ടെ ഉടനീളം അദ്ദേഹം പുറത്തെടുക്കുന്ന അത്തരത്തിലൊരു പ്രകടനമാണ്. ഒരുപക്ഷെ സഞ്ജു സാംസൺ ഫൈനലിൽ ഇറങ്ങുകയാണെങ്കിൽ അതൊരു ചരിത്രമാകും. നമുക്കറിയാം 2007-ലും 2011-ലും ഇന്ത്യ ഫൈനൽ കളിച്ചപ്പോൾ ആ ഫൈനൽ 11-ൽ മലയാളി ഉണ്ടായിരുന്നു. 7-ലും 11-ലും ശ്രീശാന്ത് ആയിരുന്നെങ്കിൽ 24-ലെത്തിയപ്പോൾ അത് സഞ്ജു സാംസണിലേക്ക് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം വിൻഡീസിൻ്റെ ഒരു ഇതിഹാസം, അവരുടെ മുൻ നായകനായിട്ടുള്ള ക്ലൈവ് ലോയിഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ശ്രീ KR നായരുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഞ്ജു സാംസണെ പോലൊരു താരം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് ക്ലൈവ് ലോയിഡ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ KR നായരോട് തന്നെ ചോദിക്കാം. ശ്രീ KR നായർ, കഴിഞ്ഞ ദിവസം താങ്കൾ ചോദിച്ചതാണ്, ക്ലൈവ് ലോയിഡിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ കളിക്കേണ്ട അനിവാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഒരു വലിയൊരു താരം, ഒരു ലെജൻഡായിട്ടുള്ള ഒരാൾ സഞ്ജുവിനെ പറ്റി പരാമർശിച്ച് പറയുന്നത് വലിയൊരു കാര്യം തന്നെയല്ലേ? അതെ, ആക്ച്വലി എന്റെ ചോദ്യം ഈ ലോകത്തിലുള്ള ഏറ്റവും നല്ല ബാറ്റ്സ്മാൻമാരില് ആരൊക്കെയാണെന്ന് പേരെടുത്ത് പറയാമോ എന്ന് പറഞ്ഞപ്പോഴാണ് ക്ലൈവ് ലോയിഡ് സഞ്ജു സാംസണെ പറഞ്ഞത്. ആൻഡ് അങ്ങേര് പറയുന്നത് ഈ പുള്ളി 11-ൽ ഉണ്ടായിരുന്നിരിക്കണം, ബിക്കോസ് ഇത്ര ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ വേറെ ഇല്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ചാൻസ് കൊടുക്കണമായിരുന്നു നേരത്തെ തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നിട്ട് കൂടെ ആഡ് ചെയ്തു, സെലക്ടേഴ്സിന്റെ തീരുമാനമാണ്, സെലക്ടേഴ്സിന് എന്താണ് തീരുമാനം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല 11-ൽ കാണുമോ. അത് ഈ അൺചേഞ്ചിൽ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്, ഈ 11 ലാസ്റ്റിൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള. ബിക്കോസ് ഫൈനലിന് ഇത്രയും നാൾ ജയിച്ചുകൊണ്ട് വരുന്ന ഒരു ടീം സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യണോ എന്നുള്ളത് ഒരു ചലഞ്ചാണ്. സോ അത് ദ്രാവിഡ് എടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമോ, ഒരു ബൗളറെ ഇൻക്ലൂഡ് ചെയ്യുമോ, ഇതൊന്നും നമുക്കിപ്പോ പറയാൻ വയ്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി വളരെ സീക്രട്ടാണ്. ബിക്കോസ് ഇപ്പോഴെല്ലാം അങ്ങനെയാണ്. T20 വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രാറ്റജി, പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ആൻഡ് ദ്രാവിഡ് എന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് ഒരു കാര്യം അറിയിക്കണം, there is not a perfect game എന്നാണ് പറഞ്ഞിരിക്കുന്നത്. there is not a perfect 11 എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷെ ആ 11-ൽ കളിക്കുന്നവര് അവരുടെ റോള് അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഡെഫിനറ്റ്ലി ജയിക്കും. ഈ റബദയോ ഏത് ബൗളർ ആണെങ്കിലും ഇവര് കളിച്ചിട്ടുള്ളതാണ്, IPL-ലൊക്കെ കളിക്കുന്നതാണ്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ന്യൂ. ഇത് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതാണ്. സഞ്ജുവിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ നൈസ്. അങ്ങേരെ ഫൈനലിന് പ്രിപ്പയർഡ് ആയിരുന്നേനെ. ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇന്നത്തെ ക്രിക്കറ്റേഴ്സ് എല്ലാം എന്ത് ചലഞ്ച് എടുക്കാനും തയ്യാറാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം സഞ്ജു 11-ൽ ഉണ്ടെങ്കിൽ അതൊരു ഗംഭീര കാര്യമായിരിക്കും. ബിക്കോസ് ശിവൻ ദുബെ ശരിക്കും ഫെയിൽ ചെയ്തിരിക്കുകയാണ്. ഫീൽഡിങ്ങും ഇംപ്രസീവേ ആയിരുന്നില്ല. സഞ്ജു നല്ലൊരു ഫീൽഡർ കൂടെയാണ്, വിക്കറ്റ് കീപ്പർ അല്ലെങ്കിലും. സോ എന്റെ അഭിപ്രായത്തിൽ സഞ്ജുവിനെ ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. ഏതായാലും ലോകകപ്പ് T20 ലോകകപ്പിന്റെ ആവേശം അതിന്റെ അത്യുന്നതങ്ങളിൽ നിൽക്കുകയാണ്. എല്ലാ ആരാധകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് 2007-ന് ശേഷം മറ്റൊരു ലോക കിരീടം, T20 ലോക കിരീടം ഇന്ത്യ നാട്ടിലെത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഏതായാലും നമുക്ക് മത്സരത്തിന്റെ കൂടുതൽ ആവേശം നമുക്ക് തരുന്നതിന് വിവിധ ബ്യൂറോകളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം പൂജപ്പുര ഗ്രൗണ്ടിൽ നിന്ന് പ്രജിത്ത് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. പ്രജിത്ത്, എന്താണ് തിരുവനന്തപുരത്തെ കൂടുതൽ ലോകകപ്പ് വിശേഷങ്ങൾ? മാത്രമല്ല തിരുവനന്തപുരം എന്ന് പറയുന്നത് സഞ്ജു സാംസണിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ആരാധകർ, സഞ്ജു സാംസണിന്റെ ആരാധകർ, ഇന്ത്യയുടെ ആരാധകർ എത്രത്തോളം ആവേശത്തിലാണ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഇറങ്ങാൻ പോകുമ്പോൾ? ബാർബഡോസിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും 30% സാധ്യത മഴ പെയ്യാനും ഒക്കെ ഉണ്ട്. എന്തായാലും ബാർബഡോസിൽ മഴ പെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്ത് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മത്സരം നിർത്തിവെക്കാനൊന്നും ഇവിടുത്തെ കളിക്കാരൊന്നും തയ്യാറല്ല. അവരിപ്പോഴും ഒരു പരിശീലന മത്സരം പോലെയൊക്കെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് കഴിയുന്നു. അത്യാവശ്യം വാശിയേറിയ ബൗളിങ്ങും ബാറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ചേട്ടന്മാർ, എന്തൊക്കെയാണ് ക്രിക്കറ്റിന്റെ ആവേശമൊക്കെ എങ്ങനെയുണ്ട്? ഫൈനലല്ലേ? ശ്രീലങ്കൻ കളിക്കാരനാണ്? അല്ലല്ല, ശ്രീലങ്ക അല്ലല്ല. ഇത് ഏതാ ടീം? ഇവിടെ ഉള്ള എങ്ങനെയുണ്ട് കളിയുടെ ആവേശമൊക്കെ? പൊളിയാണ്. സഞ്ജു സാംസണൊക്കെ ഉണ്ടല്ലോ ടീമിലുണ്ട്. കളിയില്ല, കാണണമെന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? പിന്നെ എല്ലാവരും കാണും. ഇവിടെ പൂജപ്പുരയിലെ ക്രിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? മത്സരം കാണാൻ പോകുന്നുണ്ടോ? എന്താ അവസ്ഥ? കളിയൊന്നും കാണാൻ പോകില്ല. കളി കാണാൻ പോകുന്നില്ലേ? ഇവിടെ തന്നെ നിൽക്കണോ? വേറെ 1-2 ഫാസ്റ്റ് ബൗളേഴ്സ് ഉണ്ട്.
ഹെവി ബോളേഴ്സ് ആണെന്ന് തോന്നുന്നു. സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കളിയുടെ എങ്ങനെയുണ്ട്? കളി ആവേശം പിന്നെ ഇന്ത്യ ജയിക്കും. പിന്നെ ഇത്രയും കളിച്ച് ജയിച്ചിട്ട് കഴിഞ്ഞാൽ ഫൈനലിൽ കണ്ടില്ലേ, ഓസ്ട്രേലിയ തോറ്റി, ഓസ്ട്രേലിയ തിരിച്ചടിച്ച് കളഞ്ഞു, സൗത്ത് ആഫ്രിക്ക അടിച്ച് കളയും, ഉറപ്പായിട്ട് അടിച്ച് കളയും. സഞ്ജു സാംസൺ ടീമിലുണ്ട്. ടീമിലുണ്ടെന്നൊരു പ്രാർത്ഥന, ഇന്ത്യക്കാരെ പ്രാർത്ഥന മൊത്തം കേരളത്തിൽ നല്ല സപ്പോർട്ടില്ല സഞ്ജുവിന് തന്നെ. എന്നാലും ഇന്ത്യ ജയിക്കണം. പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും എന്നുള്ളതാണല്ലേ? ടീം കപ്പടിച്ചാൽ മതി. നമുക്ക് സഞ്ജുവിന് ചാൻസ് കിട്ടിയില്ലെങ്കിലും ടീമിലുണ്ടല്ലോ. എന്നാൽ സഞ്ജുവിനൊരു അഭിമാനം തന്നെയല്ലോ. ഇന്ത്യക്കാരനെ കേരളത്തിൽ നിന്ന് പോയി കപ്പടിച്ചു കൊടുത്താലും ആ ടീം പ്ലേയിങ് ലെവലിൽ ഉണ്ടെങ്കിൽ ടീമിനുണ്ട്. ആവേശം നല്ലപോലെയുണ്ട്. സഞ്ജു സാംസൺ പ്ലേയിങ് ലെവലിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇന്ത്യ ജയിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഫാസ്റ്റ് ബോളർ പറഞ്ഞതാണ്. അടുത്തൊരാൾ ഇപ്പോൾ നല്ല എഴുന്നിട്ടുണ്ട്. നല്ല ഒരു ഫാസ്റ്റ് ബോളർമാരൊക്കെ ഉണ്ട് ഇവിടെ. കൂടുതൽ ആൾക്കാർ ആ വശത്തേക്കുണ്ട്. ഈ മഴയൊന്ന് വന്നതോടെ കുറച്ച് പേർ ഈ ഗ്രൗണ്ടിലുണ്ടായിരുന്ന കൂടുതൽ ആൾക്കാർ ഓരോ വശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരുടെ ആ ബോളിൽ ഞാൻ നല്ലപോലെ ഒന്ന് പേടിച്ചു പോയി. ബ്രോ എന്തൊക്കെയുണ്ട്? കളിയുടെ ആവേശമൊക്കെ എങ്ങനെയുണ്ട്? ശ്രീലങ്കൻ ഫാനാണോ? അല്ല ഏട്ടാ, ജേഴ്സി കളിച്ച T20 വേൾഡ് കപ്പ് ചുമ്മാ കളിച്ചപ്പോൾ കിട്ടിയതാണ്. എങ്ങനെയുണ്ട് ആവേശമൊക്കെ? കുഴപ്പമില്ല. ഇന്ത്യ ജയിക്കുമോ? ഇന്ത്യ ജയിക്കുമോ? എന്താ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്? ആരും നല്ലപോലെ കളിക്കുമെന്ന് വിചാരിക്കുന്നു. കോഹ്ലി കളിക്കുമോ? കോഹ്ലി ഇതുവരെ വലുതായിട്ടൊന്നും വലിയ ഫൈനലിന് വേണ്ടി കളിക്കും. നല്ല പറയണം, അപ്പം കളിക്കും. രോഹിത് ശർമ്മ പറഞ്ഞ പോലെ അല്ലേ? ഇന്ന് കോഹ്ലി നല്ലൊരു 50 ഒരു സെഞ്ചുറി അടിക്കും അങ്ങനെയുള്ള പ്രതീക്ഷ? 50 അടിക്കുന്നതാണ്. രോഹിത് ശർമ്മയോ? രോഹിത് ശർമ്മയും കളിക്കും. ഈ സീസണിൽ നല്ല ഏറ്റവും കൂടുതൽ നല്ലപോലെ കളിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെയാണ് അല്ലേ? ബൈക്കൊക്കെ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിൽ എല്ലാവരും ക്രിക്കറ്റ് കളിയുടെ ആവേശത്തിലൊക്കെ ഉണ്ട്. എന്തായാലും നേരത്തെ ഒരു അദ്ദേഹം പറഞ്ഞ പോലെ സഞ്ജു കളിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ ജയിച്ചാൽ മതി എന്നുള്ളൊരു ആവേശം അവർക്കുണ്ട്. ഇവിടെ അപ്പുറത്ത് കുറച്ചും കൂടെ ജൂനിയേഴ്സായിട്ട് ആൾക്കാരുടെ ഒരു കളിയൊക്കെ നടക്കുന്നുണ്ട്. അവരൊരു വശത്തേക്ക് മഴയൊക്കെ വന്നപ്പോൾ ഒരു വശത്തേക്ക് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ ഒപ്പം ഫുട്ബോൾ കളിക്കുന്നവരും എല്ലാം ഉണ്ട്. എന്തായാലും തിരുവനന്തപുരം ആവേശത്തിൽ തന്നെയാണ്. ക്രിക്കറ്റിൻ്റെ ആവേശം ഒട്ടും ചോരാതെ അവരുണ്ട്. T20 വേൾഡ് കപ്പിൻ്റെ ആവേശം ഒട്ടും ചോരാതെ ഉണ്ട്. ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് T20 വേൾഡ് കപ്പിൻ്റെ ആവേശമൊക്കെ എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത്? ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് ആര് ഏറ്റവും കൂടുതൽ നല്ലപോലെ ബാറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്? രോഹിത് ശർമ്മ എന്നത്തെ പോലെ ഫോമിലായിരിക്കും. കോഹ്ലി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രോഹിത് ശർമ്മ പറഞ്ഞ പോലെ തന്നെ ഫൈനലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് എല്ലാം. ഫൈനലിൽ എല്ലാവരും നല്ലോണം കളിച്ച് കപ്പെടുക്കുമെന്നാണ് വിശ്വാസം. സഞ്ജു കളിച്ചില്ലെങ്കിൽ എന്താണ്? ടീം ജയിക്കണം. സഞ്ജു കളിച്ചാലും കളിച്ചില്ലെങ്കിലും സഞ്ജു ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. ടീം ജയിക്കണം എന്നായിരിക്കും. അപ്പോൾ ടീം ജയിക്കുമെന്ന പ്രതീക്ഷ എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങളെ കണ്ടില്ലേ, തിരുവനന്തപുരത്തുകാരെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സഞ്ജു കളിച്ചത് കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ സഞ്ജു കളിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ ജയിക്കണമെന്നുള്ള ആ ആവേശം തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ ഒരു കൊച്ചുകൂട്ടുകാരൻ അങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരു ടീമിൽ കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ചോദിക്കട്ടെ, കുറച്ച് മുമ്പ് ലെഫ്റ്റ് സൈഡിലൊക്കെ ഒന്ന് ബാറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ബാറ്റ്സ്മാനാണോ ബോളറാണോ? കളിയെ പറ്റി എന്താ പറയാനുള്ളത്? T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിക്കുമോ? ജയിക്കും. ഇന്ന് ആരും ഏറ്റവും കൂടുതൽ റൺസ് എടുക്കും? രോഹിത് ശർമ്മ ആയിരിക്കും. രോഹിത് ശർമ്മ ആയിരിക്കുമോ? കോഹ്ലി കളിക്കുമോ? പന്തിന്റെ ഫാനാണോ? ഋഷഭ് പന്തിന്റെ ഒരു ഫാനെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പരിക്കൊക്കെ അപകടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു നല്ലൊരു പെർഫോമൻസ് നടത്തും. അതേപോലെ ബോളർ ബുംറയുണ്ട്, നമ്മുടെ പട്ടേലുണ്ട്, എടുക്കും. കഴിഞ്ഞ കളി പോലെ തന്നെ നല്ലൊരു ഫൈനലായിരിക്കും. ഈ സീസണിൽ കളികളിൽ ഏറ്റവും കൂടുതൽ നിർണായകമായത് ബുംറയുടെ സ്പെല്ലുകളാണ്. കാരണം റൺസ് നല്ല രീതിയിൽ ബുംറ അദ്ദേഹത്തിന്റെ കഴിവ് പോലെ നടത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കി ദൈവത്തിന്റെ കഴിവ്. ഇന്ത്യ ജയിക്കും, ഉറപ്പാ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ്. അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് രോഹിത് ശർമ്മ ഈ ടൂർണമെന്റിൽ തുടർന്നു വന്ന ഫോം തുടരും. കോഹ്ലി ഇന്നൊരു മാജിക്ക് കാണിക്കും. അതോടൊപ്പം ബുംറ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ത്യക്ക് നല്ല ഓവറുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരും പെർഫോം ചെയ്യുന്നത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആവേശം ഒട്ടും ചോരുന്നില്ല. ബാർബഡോസിൽ മഴ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ബാർബഡോസിൽ മഴ പെയ്യാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് ചെറുതായി മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും കളികളെ ക്രിക്കറ്റിനെ ബാധിക്കുന്നില്ല. എല്ലാവരും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ ഫുട്ബോൾ കളിക്കുന്നവരും എല്ലാം ഉണ്ട്. എല്ലാവരും ആവശ്യത്തിലാണ്, ഇന്ത്യ ജയിക്കണമെന്ന പ്രാർത്ഥനയിലുമാണ്. നിഖിൽ? കാരണം തിരുവനന്തപുരം ആവേശത്തിലാണ്, കേരളമൊട്ടാകെ രാജ്യമൊട്ടാകെ T20 ലോകകപ്പിന്റെ ആവേശത്തിലാണ്. എന്തായാലും നമുക്ക് ഈ മത്സരത്തിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരാളുടെ പേര് ഇന്ത്യൻ ടീമിന്റെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ദ്രാവിഡിനെ പറ്റിയാണ്. കാരണം അദ്ദേഹം ഒരുപക്ഷെ ടീമിന്റെ കളിക്കാരെ പറ്റി എല്ലാം ആളുകൾ ഒരുപാടധികം പ്രശംസിക്കുമ്പോഴും 2 തവണയടക്കം ഇത്തരത്തിൽ ഫൈനലിലും സെമിഫൈനലിലും അടക്കം പരാജയപ്പെട്ടു പോകുന്ന ടീം ഇത്തവണ വീണ്ടും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അതും രാഹുൽ ദ്രാവിഡ് എന്ന ഒരു ക്ഷമയുടെ ഒരു പര്യായം എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ് രാഹുൽ ദ്രാവിഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ടെസ്റ്റിലും ഏകദിനത്തിലും അടക്കം വരുന്ന വേഗതയാർന്ന പന്തുകളെ ക്രീസിൽ മുട്ടിയിടുന്ന ഒരു താരം കളിക്കാരനായിരുന്നപ്പോൾ. എന്നാൽ കോച്ചായിരുന്നപ്പോൾ അതേ ക്ഷമ തുടരുന്നു. കാരണം ഇത്രത്തോളം മത്സരങ്ങളിൽ പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴെല്ലാം ടീമിനൊപ്പം ഒരു നട്ടെല്ലെന്ന പോലെ നിൽക്കുന്ന രാഹുൽ ദ്രാവിഡ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും ഇന്ന് ഫൈനൽ ഇറങ്ങുന്ന ടീമിനെ ഒരുക്കിയെടുത്തിട്ടുണ്ടാവുക? ദ്രാവിഡിന്റെ കാര്യം നമുക്കെടുത്ത് പറയേണ്ടതാണ്. അതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ, വിപിൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്.
ശ്രീ വിപിൻ, ഇന്ന് ഇന്ത്യ വിജയിക്കാനുള്ള സാധ്യത, അതായത് 2007-നും 2011-നും ശേഷം ഇന്ത്യയിലേക്ക് ഒരു ലോക കിരീടം എത്താനുള്ള സാധ്യതയുണ്ട്. താങ്കൾ എത്രത്തോളമാണ് പ്രതീക്ഷ കാത്തുവെക്കുന്നത്? ഞാൻ 100% പ്രതീക്ഷ കാത്തുവെക്കുന്നു. അതിലേറെ സന്തോഷം സഞ്ജു പ്ലെയിൻ ഇലവനിൽ ഉൾപ്പെട്ടാൽ അതിലേറെ സന്തോഷം മലയാളി ആയതുകൊണ്ട്. ഓക്കെ, ഇന്ന് ആര് കളിക്കാനാണ് സാധ്യത? കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, രോഹിത് ശർമ്മ മികച്ച പ്രകടനം പുറത്തെടുത്തു, വിരാട് കോഹ്ലി നിരാശപ്പെടുത്തി. ഇന്ന് ആര് ടീമിന്റെ വിജയശില്പി ആകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ആയിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന് തോന്നുന്നു. സഞ്ജു പ്ലെയിങ് 11 ഉണ്ടെങ്കിൽ സഞ്ജു ആയിരിക്കും പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ, താങ്കളുടെ നാട്ടില് എങ്ങനെയുണ്ട് മത്സരത്തിന്റെ ആവശ്യങ്ങളൊക്കെ? അതായത് നല്ല രീതിയിലുണ്ട്. പക്ഷെ ഈ കാണിക്കുന്ന പോലെ മൈതാനങ്ങളിൽ കളി കുറവാണ്, കൂടുതലും ഈ TV-യിൽ കാണുന്ന ആവശ്യം തന്നെയുള്ളൂ. ഓക്കെ, എന്തായാലും വിപിൻ എന്ന് പറയുന്ന പ്രേക്ഷകനാണ്, ചേലക്കരയിൽ നിന്ന് വിപിൻ എന്ന് പറയുന്ന പ്രേക്ഷകനാണ് ചേർന്നത്. അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയാണ് ആരാധകരൊക്കെ പങ്കുവെക്കുന്നത്. സഞ്ജു പ്ലേയിങ്ങിലോ ഉണ്ടായാൽ സഞ്ജു തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു. സഞ്ജു ഇല്ലെങ്കിൽ ഇന്ന് രവീന്ദ്ര ജഡേജ മികച്ച പ്രകടനം പുറത്തെടുക്കണം എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് തന്നെ വരാം. രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ച് ടീം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ, അതായത് സൈലൻ്റായിട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പരിശീലകൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം രവിശാസ്ത്രി ടീമിൻ്റെ ഒരു പരിശീലക സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ടീമിൻ്റെ കിട്ടുറപ്പിനെയൊക്കെ വളരെ വലിയ രീതിയിൽ ബാധിച്ചു. ടീമിൽ തന്നെ വളരെ പ്രശ്നങ്ങളുണ്ട്, താരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളൊക്കെ വന്നിരിക്കുന്ന സമയത്താണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക കുപ്പായം അണിഞ്ഞുകൊണ്ട് വരുന്നത്. അതിനു മുമ്പ് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ യുവതാരങ്ങളെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു താരം കൂടിയായിരുന്നു രാഹുൽ ദ്രാവിഡ്. അങ്ങനെ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം 2 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ വരെ ഇന്ത്യൻ ടീമിനെ എത്തിച്ചു. ഒരു ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ, ഇപ്പോൾ ഒരു 2020 ലോകകപ്പിൻ്റെ ഫൈനൽ വരെ, അങ്ങനെ 4 ഫൈനലിൽ ഇന്ത്യൻ ടീമിനെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. കാരണം ഫൈനലിൽ ഇന്ത്യക്ക് വിജയിക്കാനായില്ല, 3 ഫൈനലിൽ ഇന്ത്യക്ക് വിജയിക്കാനായില്ല എന്നുള്ളതൊരു ശ്രദ്ധേയകരമായ കാര്യം തന്നെ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഫൈനലിൽ ഇന്ത്യയെ എത്തിക്കുക, ഇതിൽ തന്നെ കഴിഞ്ഞ ഏകദിന ലോകകപ്പ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടീം ഒരു തോൽവി പോലും അറിയാതെ ഫൈനൽ വരെ എത്തി എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഫൈനലിൽ ഇന്ത്യക്ക് വിജയം അതൊരു നിർഭാഗ്യം എന്ന് പറയാൻ സാധിക്കും. കാരണം എല്ലാ ദിവസവും എല്ലാവരുടെയും ആവണം എന്നില്ല, അത് ഭാഗ്യം ഇന്ത്യക്ക് അന്ന് തുണച്ചില്ല. പക്ഷേ രാഹുൽ ദ്രാവിഡ് വരുത്തിയ മാറ്റങ്ങൾ, കാരണം ലോകകപ്പിന് മുന്നോടിയായി അദ്ദേഹം ടീമിൽ വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പല താരങ്ങളെയും മാറ്റി പല സ്ഥാനങ്ങളിൽ പരീക്ഷണം നടത്തി, ഓപ്പണിങ്ങിൽ പരീക്ഷണം നടത്തി, വൺ ഡൗണിൽ പരീക്ഷണം നടത്തി, മിഡിൽ ഓർഡറിൽ പരീക്ഷണം നടത്തി, ബൗളർമാരെ മാറ്റി പരീക്ഷിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം അന്നെല്ലാം ദ്രാവിഡ് വളരെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. എന്നാൽ അതിനുശേഷം ദ്രാവിഡ് കൃത്യമായി ഈ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഒരു ടീമിനെ സെറ്റാക്കി ഇറങ്ങി. ആ ടീം അജയ്യമായി ടീമിൻ്റെ ഫൈനൽ വരെ എത്തുന്നൊരു കാഴ്ച, അത് ബെഞ്ച് സ്ട്രെങ്ത് നമുക്ക് നോക്കേണ്ടതാണ്. കാരണം ഷമിയൊക്കെ അന്ന് പല മത്സരങ്ങളുടെ വിജയശില്പിയായ ഷമി ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റ് പോയ സമയത്താണ് ടീമിൻ്റെ പ്ലേയിങ് ലെവലിലേക്ക് വരുന്നത്. അത് ഒരു വലിയ കാര്യം, കാരണം ബെഞ്ച് സ്ട്രെങ്ത് ശരിയാക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ബെഞ്ച് സ്ട്രെങ്ത് യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് വന്നു. ഇപ്പോൾ ഋഷഭ് പന്ത് പോലെയുള്ള താരങ്ങളിൽ അദ്ദേഹം വളരെ വലിയ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു കാഴ്ച. ഈ പരിക്കേറ്റ് നാളുകളായി കളിക്കാതിരുന്ന ഒരു പന്തിനെ തിരിച്ച് ടീമിലേക്ക് എത്തിയപ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ആ പന്തിനെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിച്ചു. ആ ഒരു പന്ത് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ രാഹുൽ ദ്രാവിഡ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു 3-4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഒരു കരിയറിൽ അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഇന്ന് അദ്ദേഹം പരിശീലന കുപ്പായം ഊരുന്നത്. അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ഇന്ന് രാഹുൽ ദ്രാവിഡിൻ്റെ ഒരുപക്ഷെ അവസാനത്തെ പരിശീലക കുപ്പായത്തിലുള്ള അവസാനത്തെ മത്സരമായിരിക്കും. അപ്പോൾ ഈ മത്സരത്തിന് ശേഷം ഗൗതം ഗംഭീർ ആയിരിക്കും ഇന്ത്യയുടെ അടുത്ത മുഖ്യ പരിശീലകനായ ടീമിലേക്ക് എത്തുക എന്നുള്ള ഒരു ഏറെക്കുറെ ഏതാണ്ട് ഉറപ്പായൊരു സാഹചര്യമാണ്. ഒരുപക്ഷെ അപ്പോൾ ഇതൊരു കിരീടത്തോടു കൂടിയുള്ളൊരു വിടവാങ്ങൽ ആകുവാനൊരു സാധ്യതയുണ്ടല്ലോ. അതെ, അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ഒരു കിരീടം ദ്രാവിഡിന് വേണ്ടി ഇന്ത്യ ഉയർത്തണം എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ദ്രാവിഡ് അതിനെയൊക്കെ തള്ളുന്ന ഒരു സാഹചര്യം. ഇന്നലെ ഈ പറഞ്ഞ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ച സമയത്ത് ഈ ചോദ്യം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് അത് വെറുതെയാണ്, അങ്ങനെ ഒരു ആവശ്യം ഇല്ല, കാരണം ടീം ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് കപ്പെടുക്കേണ്ടത്, എനിക്ക് വേണ്ടി കപ്പെടുക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ അത് തള്ളുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ദ്രാവിഡിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞതുപോലെ ഇന്നൊരു കപ്പ് ഉയർത്തി ഒരു വിടവാങ്ങൽ ഒരു മത്സരം, ദ്രാവിഡിൻ്റെ വിടവാങ്ങൽ മത്സരം, കപ്പ് ഉയർത്തി ടീമിൽ നിന്ന് തല ഉയർത്തി തന്നെ മടങ്ങുക എന്ന ലക്ഷ്യമാണ് ദ്രാവിഡിനുള്ളത്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ടീമിൻ്റെ നായകസ്ഥാനം രാഹുൽ ദ്രാവിഡ് ഒഴിയുന്നത് 2007-ലാണ്. അന്ന് ടീം ഇന്ത്യ ഒരു ലോകകപ്പിൽ തകർന്നടിഞ്ഞ സമയത്താണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു നായക സ്ഥാനത്തു നിന്ന്
ആ നായകസ്ഥാനം ഒഴിയുന്നത് അന്നാണ്. അതിനുശേഷമാണ് ധോണി ടീമിലേക്ക് വരുന്നു, ടീമിൻ്റെ നായകസ്ഥാനം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു ടീം വലിയൊരു വളർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു. എന്തായാലും ദ്രാവിഡിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ കപ്പ് ഉയർത്തിയില്ല എന്നൊരു പേരുദോഷം മാത്രമാണ് ദ്രാവിഡിൻ്റെ പേരിലുള്ളത്. ഈ യുവതാരങ്ങളെ അടക്കം നമ്മൾ ഈ ഡ്രസ്സിംഗ് റൂമിലെ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഒരു ടീമിൻ്റെയും ഡ്രസ്സിംഗ് റൂമിൽ ഇത്രയും സന്തോഷമുള്ള വീഡിയോകളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലെങ്കിലും പങ്കുവെച്ച് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഏകദിന ലോകകപ്പ് മുതൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് റൂമിലെ വീഡിയോകൾ കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഓരോ മത്സരം കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം ഡ്രസ്സിംഗ് റൂമിലെ വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മൾ BCCIയുടെ സോഷ്യൽ മീഡിയ പേജുകൾ കൃത്യമായി തിരയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിലുള്ള കൃത്യമായി താരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, അത് രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും ചേർന്ന് എല്ലാ താരങ്ങളുമായി ഒരു ബന്ധം കൃത്യമായി കാത്തു സൂക്ഷിച്ചു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതിനൊപ്പം ദ്രാവിഡിൻ്റെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു പ്രൊഫഷണലിസത്തിനൊപ്പം മനുഷ്യത്വം കൂടി കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഇന്ത്യൻ താരം അശ്വിന് ഒന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ ഒരു സാഹചര്യമൊക്കെ കൃത്യമായി ഒറ്റ ദിവസത്തേക്കാണെങ്കിലും അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം അശ്വിൻ തന്നെ അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ദ്രാവിഡും രോഹിത് ശർമ്മയും നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു. കാരണം അദ്ദേഹം അവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്, BCCI അറേഞ്ച് ചെയ്ത ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ നിന്നും അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നത്. അത് ടീമിൻ്റെ ഫിസിയോയെ അശ്വിനൊപ്പം ടീം പറഞ്ഞയക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ചെത്തുന്നിടം വരെ ഫിസിയോയുമായി ദ്രാവിഡും രോഹിത് ശർമ്മയും ക്ലോസ് കോൺടാക്റ്റിലുണ്ടായിരുന്നു. കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് അവർ പറഞ്ഞേൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലും വളരെ വില കൽപ്പിക്കുന്ന ഒരു താരം, അങ്ങനെ ഒരു പരിശീലകനാണ് എന്നെന്തായാലും ടീം ഇന്ത്യയിൽ നിന്ന് പരിശീലന കുപ്പായം അഴിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം കിരീടത്തോടു കൂടി ടീമിൽ നിന്നും വിടവാങ്ങട്ടെ എന്ന്. കാരണം അതിനി വരുന്ന പരിശീലകർക്കും, അതായത് ഗംഭീർ അടക്കമുള്ള പരിശീലകനും അതൊരു ഉത്തേജകമാകട്ടെ. ഇനി വരുന്ന ടീമിനെയും കൊണ്ട് ഇത്തരത്തിലൊരു കിരീടം നേടുവാൻ രാഹുൽ ദ്രാവിഡ് ഒരു പ്രചോദനമാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. എന്തായാലും നമുക്ക് ദ്രാവിഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്, രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ടീം ഇന്ത്യ, രാഹുൽ ദ്രാവിഡ് ടീമിൻ്റെ പരിശീലകനായിരുന്നു. ടീമിനെ ഒരു പരിധിവരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ അവസാന ഘട്ടം വരെ എത്തിച്ചു. ഇതുപോലെ തന്നെ ഒരു താരമാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ എന്ന ഒരു നായകൻ ശരിക്കും പറഞ്ഞാൽ കോച്ചിന് പിന്നിൽ നിന്ന് തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗ്രൗണ്ടിൽ ഇറങ്ങി അത് പ്രാവർത്തികമാക്കേണ്ടത് നായകൻ തന്നെയാണ്. ഇപ്പോൾ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെൻറ്റിലായിക്കോട്ടെ, കഴിഞ്ഞ കുറച്ച് ടൂർണമെൻറ്റുകൾ, ഇതെല്ലാം മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുകയല്ലേ? തീർച്ചയായും. കാരണം നമുക്കറിയാം 2019 കോഹ്ലിയുടെ നായകത്വത്തിൽ അന്ന് ഏകദിന ലോകകപ്പിൽ ഇറങ്ങിയപ്പോൾ അന്ന് ടൂർണമെൻറ്റിൽ 5 സെഞ്ചുറി അടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത താരമാണ് രോഹിത് ശർമ്മ. അന്ന് അവസാനം നമുക്കറിയാം ധോണി അന്ന് റൺഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ന്യൂസിലാൻഡ്, മാർട്ടിൻ ഗുപ്റ്റിലിന്റെ ഒരു ത്രോയിൽ. അന്ന് ആ ഒരു ത്രോ ധോണി ഔട്ടായി പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അന്ന് ഡ്രസ്സിംഗ് റൂമിന്റെ വിഷ്വൽസ് കാണിക്കുമ്പോൾ രോഹിത് ശർമ്മ കൈ മുഖത്തോട് ചേർത്ത് വെച്ച് കരയുന്ന ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളടക്കം, അതായത് ഇന്ത്യൻ ആരാധകരെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു ദൃശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ലോകകപ്പിലും ഏകദിന ലോകകപ്പിലും ഇത്തരത്തിൽ പരാജയപ്പെടുമ്പോൾ അദ്ദേഹം ടീമിന്റെ, അതായത് നായകനാണ്. അന്നും അദ്ദേഹം അത്രത്തോളം അദ്ദേഹം വൈകാരിക നിമിഷങ്ങളിലേക്ക് പോലും, കാരണം നായകൻ അത്തരത്തിൽ തകർന്നു പോകുകയാണ്, ടീം ഒട്ടാകെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അദ്ദേഹം അന്ന് മുന്നിൽ നിന്ന് തന്നെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. നമ്മളന്ന് ഡ്രസ്സിംഗ് റൂമിലെ അന്ന് വീഡിയോ കണ്ടാൽ നമുക്കറിയാം, ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഡ്രസ്സിംഗ് റൂമിൽ അടക്കം വന്ന് ഇരു താരങ്ങളെയും, അത് വിരാട് കോഹ്ലി എല്ലാ താരങ്ങളെയും ഒരുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ടീമിനെ ഒന്ന് തുടരുക. ആദിത്യൻ എന്ന് പറയുന്നൊരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ആദിത്യൻ, ഇന്ന് കലാശ പോരാട്ടത്തിന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ വിജയ സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഭയങ്കര ആകാംക്ഷയിലാണ്, ഭയങ്കര ആകാംക്ഷയെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് ഇന്ത്യ വിജയിക്കുമെന്നല്ലേ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതെ അതെ. ഇന്ന് ആര് ഫോമിലേക്ക് ഉയരും? കഴിഞ്ഞ കളിയൊക്കെ രോഹിത് ശർമ്മ മികച്ച രീതിയിൽ കളിച്ചു. ഇന്ന് രോഹിത് ശർമ്മയാണോ വിരാട് കോഹ്ലിയാണോ, ആരാണ് മികച്ച രീതിയിൽ കളിക്കാൻ സാധ്യത? രോഹിത് ശർമ്മ ആയിരിക്കും. സഞ്ജു ടീമിൽ കളിക്കാത്തതിൽ സങ്കടമുണ്ടോ? ഉണ്ട്. ശബ്ദം കേട്ടിട്ട് ഒരു കുട്ടി ആരാധകനാണെന്ന് തോന്നുന്നു. എത്ര വയസ്സുണ്ട് പ്രായം? 15. അപ്പൊ കൃത്യമായിട്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ലായിരുന്നു, കളി കാണാനായിട്ട് നിൽക്കുമായിരുന്നു. എന്താണ് അവസ്ഥ? കളി കാണണം. എങ്ങനെയാണ് ക്രിക്കറ്റൊക്കെ ഇഷ്ടമാണോ? ക്രിക്കറ്റൊക്കെ ചെറുപ്പം മുതൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ആദിത്യൻ ക്രിക്കറ്റ് കളിക്കുവോ? കളിക്കും. ബാറ്ററാണോ ബോളറാണോ? ബോളറാ. ഓക്കെ. എന്തായാലും ഒരു ബുംറ ഇന്ന് മികച്ച രീതിയിൽ പന്തെറിയുമെന്ന് ബോളറായ ആദിത്യൻ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ. എന്തായാലും വളരെയധികം നന്ദി ആദിത്യൻ പ്രതികരിച്ചതിന്. ആലപ്പുഴയിൽ നിന്ന് ആദിത്യൻ എന്ന കുട്ടി പ്രേക്ഷകനാണ്, 15 വയസ്സുകാരനാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു ബോളറാണ്. പറഞ്ഞ പോലെ ബുംറയുടെ ഒരു ആരാധകൻ കൂടിയായിരിക്കാം. എന്തായാലും ടീം ഇന്ത്യ ജയിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് മടങ്ങിയെത്താം. രോഹിത് ശർമ്മയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നായകൻ അന്ന് പരാജയപ്പെട്ട് പുറത്തു പോകുന്നു, പക്ഷെ അന്നും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു.
അത് ലോകകപ്പിലടക്കം മികച്ച പ്രകടനം പുറത്തെടുത്തു. അതിൽ എടുത്തു പറയേണ്ടത് ഒരിക്കൽ പോലും വ്യക്തിഗത സ്കോറുകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത നായകനാണ് രോഹിത് ശർമ്മ. ഒരിക്കലും നമുക്കറിയാം ടീം, അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത സ്കോർ 40, അതായത് അർദ്ധശതകത്തോട് അടുക്കുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം അതിലൊരു അർദ്ധശതകത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ടീമിന്റെ സ്കോറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അങ്ങനെ ശ്രമിച്ചിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം അനായാസം ഒരു സെഞ്ചുറി അടിക്കുക. ശരി, തീർച്ചയായും. കാരണം അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ടീമിന്റെ റൺസ് ഉയർത്തുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് അടിച്ചു തകർക്കുകയാണ് അദ്ദേഹം എല്ലാ മത്സരത്തിലും കാഴ്ചവെക്കുന്നത്. അത്തരത്തിൽ അത് നിരവധി മത്സരങ്ങളിലാണ് കേവലം ചെറിയ റൺസുകൾക്ക് അദ്ദേഹത്തിന് അർദ്ധശതകവും ശതകവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാൻ നമുക്ക് ഒരിക്കലും ഈ ലോകകപ്പ് നമുക്ക് ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഈ കിരീടം അദ്ദേഹവും തീർച്ചയായും അർഹിക്കുന്ന ഒരു കിരീടമാണ്. ഒരുപക്ഷെ കിരീടം നേടുകയാണെങ്കിൽ ഒരുപക്ഷെ രോഹിത് ശർമ്മയുടെയും ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഒരുപക്ഷെ അവസാനത്തെ T20 ആവാനും സാധ്യതയുണ്ട്. നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ സാധിക്കില്ല. നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. 5 കിരീടം നേടിക്കൊടുത്തതിന് ശേഷം ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടി നായകസ്ഥാനം വഴിമാറിക്കൊടുത്തു. അപ്പോൾ ഇനി വരുന്ന യുവ നായകന്മാർക്ക് വേണ്ടി അല്ലെ യുവ താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപക്ഷെ T20യുടെ തലപ്പത്ത് നിന്ന്, അതായത് T20 നായകസ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ ഈ ഒരു കിരീടം നേടിയാലും ഇല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നായകസ്ഥാനം ഒഴിയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം, നമുക്ക് രോഹിത് ശർമ്മ ഒരുപിടി റെക്കോർഡുകളുടെ തോഴൻ കൂടിയാണ്. കാരണം അദ്ദേഹം നേടുന്ന റെക്കോർഡുകൾക്ക് ശരിക്കും കയ്യും കണക്കും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. ഓരോ മത്സരം കഴിയുമ്പോഴും അദ്ദേഹം ഓരോ 6 അടിക്കുമ്പോഴും ഓരോ റെക്കോർഡുകൾ അദ്ദേഹത്തിന് മുന്നിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അതായത് 200 6 നേട്ടം, അതായത് അതൊരു വലിയ കാര്യം തന്നെയാണ്. 200 6 എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ ഈ ഓസീസിനെതിരെയുള്ള ആ ഒരു 92 റൺസ് നേടിയ 41 പന്തിൽ 92 റൺസ് നേടിയ ഒരു പ്രകടനം, അതോടുകൂടി T20 ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി ഒരു ഇന്ത്യൻ നായകൻ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറേ അധികം കാര്യങ്ങൾ ഈ രോഹിത് ശർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ടൂർണമെന്റിൽ നിലവിൽ 248 റൺസുമായി ടോപ്പ് ബാറ്റർ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത്. അത് തന്നെ 34 റൺസ് ഇന്ന് സ്വന്തമാക്കിയാൽ അദ്ദേഹം ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്. ഇതിൽ ഏറ്റവും വലിയൊരു ചരിത്രമാവാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം 70 റൺസിന് മുകളിൽ സ്കോർ ചെയ്താൽ അദ്ദേഹം T20 ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു സീസണിൽ ഒരു T20 ലോകകപ്പ് സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന നേട്ടം അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ കുറിക്കും. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു 2020 ലോകകപ്പിലെ പ്രകടനം നോക്കിയാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം രോഹിത് ശർമ്മയാണ്. ഹയസ്റ്റ് സ്കോർ രോഹിത് ശർമ്മയാണ്. സ്ട്രൈക്ക് റേറ്റ് രോഹിത് ശർമ്മയാണ്. 54 6 ഇതെല്ലാം രോഹിത് ശർമ്മയുടെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഈ റെക്കോർഡുകളൊക്കെ പറയുന്നത് ഇന്ത്യൻ താരങ്ങളിൽ രോഹിത് ശർമ്മയാണ് മുന്നിൽ. പക്ഷേ ഇനി അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാൽ ഏകദിന ലോകകപ്പിലും 2020 ലോകകപ്പിലും 50 സിക്സുകൾ തികയ്ക്കുന്ന ചരിത്രത്തിലെ ആദ്യ താരം ആണ് രോഹിത് ശർമ്മ. തീർച്ചയായും. കാരണം മാത്രമല്ല ഈ ലോകകപ്പിൽ നമുക്കറിയാം രോഹിത് ശർമ്മ മികച്ച പ്രകടനമാണ് ഇതിനോടകം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം മോസ്റ്റ് 50സിൽ നിലവിൽ 3 അർദ്ധശതകമായി, അതായത് ഈ ടൂർണമെന്റിൽ മാത്രം 3 അർദ്ധശതകം തികച്ചുകൊണ്ട് അദ്ദേഹം 50സിൽ ഒന്നാമത് നിൽക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനത്ത് ഗുർബാസിനോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിടുകയാണ്. ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഒരു അർദ്ധശതകവും കൂടി, ഒരു 50+ സ്കോർ സ്വന്തമാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ 4 അർദ്ധശതകം സ്വന്തമാക്കാൻ സാധിക്കും. അത് മാത്രമല്ല ബൗണ്ടറി 6 ഇവ പരിശോധിച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ നിലവിൽ 15 സിക്സറുകളാണ് ഈ ടൂർണമെന്റിൽ മാത്രം അടിച്ചിട്ടുള്ളത്. നിലവിൽ 3ാം സ്ഥാനത്താണ്. ഒന്നാമതുള്ള നിക്കോളാസ് പൂരൻ എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസ് താരമാണ്. അപ്പോൾ ഒരു 3 സിക്സിന് മേളിൽ അദ്ദേഹം അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു റെക്കോർഡ്, അതായത് ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കുന്ന താരമാകുവാൻ സാധിക്കും. മാത്രമല്ല ബൗണ്ടറികൾ പരിശോധിക്കുകയാണെങ്കിൽ 22 ഫോറുകളാണ് രോഹിത് ശർമ്മ നിലവിൽ അടിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത്. 26 ബൗണ്ടറികൾ അടിച്ചിട്ടുള്ള ട്രാവിസ് ഹെഡ്, ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡിനെ അദ്ദേഹം ഒരു 5 ബൗണ്ടറികൾ കൂടി അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡും രോഹിത് ശർമ്മയ്ക്ക് അനായാസം മറികടക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും തുടരുക. കോട്ടയത്ത് നിന്ന് മോഹൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹൻ, എന്തായാലും ടീം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്നൊരു കലാശ പോരാട്ടത്തിന് നേർക്കുനേർ ഇറങ്ങുകയാണ്. രോഹിത്തിന്റെ ഇന്ത്യയും മർക്കത്തിന്റെ ദക്ഷിണാഫ്രിക്കയും നേർക്കുനേർ വരികയാണ്. ഇന്നത്തെ ഒരു ഫൈനൽ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കുകയാണത്? നമ്മളിന്ന് കപ്പടിച്ചിരിക്കുക. അതായത് 150 കോടി ജനങ്ങളുള്ള ഒരു പ്രതീക്ഷയാണത്. അതായത് കഴിഞ്ഞാൽ ഇന്ന് ബൂമറ ഫോമിലാകും, ഇന്ന് കോഹ്ലി ഫോമിലാകും. ഓക്കെ, ഇന്ന് കോഹ്ലി ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കും, അങ്ങനെ ടീം ഒരു വിജയത്തിലേക്ക് കോഹ്ലി മുന്നിൽ നിന്ന് നയിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, 150 കോടി ജനങ്ങളുടെ പ്രതീക്ഷയാണത്. ഓക്കെ, ഒരു മലയാളി എന്ന നിലയിൽ സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്തണം. സഞ്ജു സാംസൺ ഇറങ്ങാത്തതിലും വിഷമമുണ്ട്. ഇറങ്ങിയാലും നല്ല കാര്യം. അദ്ദേഹം ഇറങ്ങുന്നുള്ളതാണ് ഇതിന്റെ പ്രതീക്ഷ. കാരണം ഇതിനു മുമ്പ് നടന്ന 3 ലോകകപ്പിൽ, അത് ഇന്ത്യ നേടിയിട്ടുള്ള 3 ലോകകപ്പിലും മലയാളി സാന്നിധ്യം വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിലൊരു മലയാളി ഫാക്ടർ ഇവിടെയും പ്രാവർത്തികമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. സഞ്ജു സാംസൺ ഇറങ്ങണം എന്നുള്ളതാണ് ഇതിന്റെ പ്രതീക്ഷ. ഓക്കെ, എന്തായാലും നമുക്ക് ഒക്കെ പ്രതീക്ഷിക്കാം. ടീം ഇന്ത്യ ഒരു കപ്പ് ഉയർത്തുന്നത് പ്രതീക്ഷിക്കാം. മോഹൻ എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. വളരെയധികം നന്ദി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രോഹിത് ശർമ്മയെക്കുറിച്ചായിരുന്നു. രോഹിത് ശർമ്മയെ പറ്റി പറയാതെ നമുക്ക് ഈ ഒരു ലോകകപ്പിൻ്റെ ഇന്ത്യയുടെ ചരിത്രം എഴുതാൻ സാധിക്കില്ല. ആ ചരിത്രത്തിൻ്റെ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അതിൽ രോഹിത് ശർമ്മയുടെ പേര് എന്തായാലും ഉണ്ടാവും.
ഇനി നമുക്ക് പോകേണ്ടത് ടീം ഇന്ത്യയുടെ മറ്റ് പ്രകടനത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരേ ഒരു മികവ് പുലർത്തി, ഒരു ഓൾറൗണ്ട് മികവ് പുലർത്തി എന്ന് പറയാം. കാരണം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാം ഓരോ മത്സരത്തിലും ഇന്ത്യ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ രോഹിത് ശർമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞു, അത് മാറ്റി നിർത്തിയാൽ ബാക്കി ബാറ്റിങ്ങിലെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? ബാറ്റിങ്ങിലെ പ്രകടനം നമുക്കറിയാം. ഓപ്പണിംഗ് വിക്കറ്റിൽ കോഹ്ലി ഫോമിലല്ലാത്തതൊഴിച്ച് ഓപ്പണിംഗ് വിക്കറ്റിൽ രോഹിത് ശർമ്മ, അതായത് കോഹ്ലിയുടെ ഒരു അഭാവം ഒരിക്കൽ പോലും ഓപ്പണിംഗ് വിക്കറ്റിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ട്. കാരണം ഓപ്പണിംഗ് വിക്കറ്റിൽ കോഹ്ലി പരാജയപ്പെടുമ്പോഴെല്ലാം രോഹിത് ശർമ്മ ആ ഒരു കുറവുകൂടെ നികത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം അതിനനുസരിച്ചുള്ള റൺസ് കണ്ടെത്തുന്നു. പവർ പ്ലേയിൽ റൺസ് കുറവാണെങ്കിൽ അദ്ദേഹം അതിനനുസരിച്ച് റൺസ് ഉയർത്തുന്നു. റൺ റേറ്റ് ഒരിക്കൽ പോലും ടീമിന് ആവശ്യത്തിൽ കുറയുന്ന സാഹചര്യം വരെ ഉണ്ടാക്കുന്നില്ല. ഏതൊക്കെ അവസരത്തിലാണോ ടീമിന് റൺ റേറ്റ് ആവശ്യമുള്ളത് ആ അവസരത്തിൽ മാക്സിമം പരമാവധി റൺസ് സ്കോർ ചെയ്തുകൊണ്ട് അത് ഉയർത്തുന്ന ഒരു സാഹചര്യം രോഹിത് ശർമ്മയുടെ ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. വൺ ഡൗണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഋഷഭ് പന്തിന്റെ ഒരു പ്രകടനം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഒരു അപകടത്തിന് ശേഷം ശക്തമായി ടീമിലേക്ക് തിരിച്ചു വന്നൊരു താരമാണ്. ഒരുപക്ഷെ ഋഷഭ് പന്ത് ഇല്ലായിരുന്നെങ്കിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി എത്തേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം IPL അടക്കം മികച്ച പ്രകടനവും ഋഷഭ് പന്തിലുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനെ ടീമിലെ മുഖ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് നിയോഗിച്ചു. അദ്ദേഹം അത് കൃത്യമായി തന്നെ നിയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ബാറ്റിംഗിന്റെ പ്രകടനം എടുത്തു പറയുമ്പോൾ അദ്ദേഹം വിക്കറ്റിന് പുറകിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആവശ്യഘട്ടങ്ങളിൽ അദ്ദേഹവും ബാറ്റിംഗിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി അടക്കമുള്ള പ്രകടനത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ കൂടിയും 30 റൺസ് 20 റൺസൊക്കെ ആണെങ്കിൽ കൂടിയും അത് കൃത്യമായി തന്നെ ടീമിന് ആവശ്യമുള്ള സമയങ്ങളിൽ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് 360 ബാറ്റ്സ്മാൻ, അത് ഇന്ത്യയുടെ 360 ബാറ്റ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂര്യകുമാർ യാദവിനെ പറ്റിയാണ്. അദ്ദേഹവും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ്. അതായത് ഒരുപക്ഷെ രോഹിത് ശർമ്മ പരാജയപ്പെടുക അല്ലെങ്കിൽ ഋഷഭ് പന്ത് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവ് മികച്ച പ്രകടനം മത്സരത്തിലുടനീളം കാഴ്ചവെക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ക്രിക്കറ്റ് നിരീക്ഷകനായിട്ടുള്ള ശ്രീകുമാരൻ നായർ ചേരുന്നുണ്ട്. ശ്രീകുമാരൻ നായർ, ഇന്ത്യ ഇന്ന് കലാശ പോരാട്ടത്തിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുകയാണ്. ഈ ഒരു മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും വളരെ ആവേശത്തോടുകൂടിയും ഇന്ത്യ ഒരു കപ്പ് കൂടി ഇപ്പം പ്രഥമ T20 കപ്പിന് ശേഷം ഇന്ത്യക്ക് മറ്റൊരു വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എല്ലാ ഇന്ത്യൻ ആരാധകർക്കുമുള്ള ഒരു മത്സരമാണ് ഇന്ന് ബാർബഡോസിൽ നടക്കാൻ പോകുന്നത്. മറ്റൊന്ന്, ഇതുവരെ അപരിചിതമായിട്ടുള്ള ഒരു പ്രകടനത്തോടുകൂടി ഫൈനലിലെത്തുകയും ഇംഗ്ലണ്ടിനെ ഒരു വൻപിച്ച മാർജിനിൽ തോൽക്കാൻ സാധിച്ചതും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫൈനൽ മത്സരത്തിന് ഇന്ത്യൻ ആരാധകർക്കുള്ള പ്രതീക്ഷയും. പക്ഷേ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കലും നമ്മൾ കുറച്ച് കാണാനും പാടില്ല. പ്രത്യേകിച്ച് ക്ലൗഡി കണ്ടീഷനിലൊക്കെ വരുമ്പോൾ റബാഡയുടെയും അതുപോലെ തന്നെ നോർക്കയുടെയും ഒക്കെ ബൗളിങ്ങിന്റെ പ്രഭാവം അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ T20 മത്സരങ്ങളിലെല്ലാം അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നും കൂടി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മനസ്സിലാക്കണം. മറുഭാഗത്ത് ഇന്ത്യയെ പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും രോഹിത് ശർമ്മയുടെ ഫോം, അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന്റെ തിളക്കമാർന്ന പ്രകടനം, ഒപ്പം ഋഷഭ് പന്ത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിലും അദ്ദേഹവും അവസരത്തിനൊത്ത് ഉയർന്നു കളിക്കുന്ന ചില സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ എല്ലാവരും ചേർന്നാൽ ഒരു അപരാജിത സ്കോർ ആദ്യം ബാറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും സൗത്ത് ആഫ്രിക്കയെ പ്രഷറിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. മറിച്ച് ഇന്ത്യ ബൗൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്പ്രീത് ബുംറയുടെ പ്രകടനം ഈ മത്സരത്തിൽ ഒരുപക്ഷെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർ ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ബൗളറാണ് ജസ്പ്രീത് ബുംറ. അതുപോലെ തന്നെ ഇന്ത്യയുടെ 2 സ്പിന്നേഴ്സും അക്സർ പട്ടേലും ഒപ്പം കുൽദീപ് യാദവും ഇവരുടെയൊക്കെ പ്രകടനം തീർച്ചയായും നമുക്ക് ആശാവഹമാണ്. അവരുടെയൊക്കെ പ്രകടനത്തോടുകൂടി ഇന്ത്യ ഈ കപ്പ് നേടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. സൗത്ത് ആഫ്രിക്ക സാധാരണ എല്ലാവർക്കും അറിയാം ഫൈനലിൽ സാധാരണ ഇതുവരെ എത്തിയിട്ടില്ല. സെമി ഫൈനലിൽ വരെ വന്നിട്ടുണ്ട്. സെമി ഫൈനലിൽ കാലിടറി വീഴുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഫൈനലിലെത്തിയാൽ അവർ വളരെ വാശിയോടെ തീർച്ചയായും കളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യൻ ആരാധകരുടെ മുഴുവൻ പ്രതീക്ഷയും ഇന്ത്യ കപ്പ് നേടും എന്ന് തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീകുമാരൻ നായർ. എന്തായാലും ടീം ഇന്ത്യയുടെ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ദക്ഷിണാഫ്രിക്ക അങ്ങനെ എഴുതത്തള്ളാൻ കഴിയുന്ന ഒരു ടീം അല്ല. ദക്ഷിണാഫ്രിക്കയിലെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഇന്ത്യ എങ്ങനെയാണോ അതേ ശക്തത തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും. കാരണം ടീം ഇന്ത്യ അജയ്യരായി ഫൈനലിലെത്തിയെങ്കിൽ ദക്ഷിണാഫ്രിക്കയും അജയ്യരായി തന്നെയാണ് ഫൈനലിലെത്തിയത്. 2020 ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് അതായത് തോൽവി അറിയാത്ത 2 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. കാരണം ഇവരിൽ ആര് ജയിച്ചാലും തോൽവി അറിയാതെ കിരീടം നേടുന്ന ആദ്യ ടീമെന്ന ഒരു നേട്ടവും സ്വന്തമാക്കും. ദക്ഷിണാഫ്രിക്കയെ പറ്റി പറയുകയാണെങ്കിൽ 2014 ലോകകപ്പിൽ അത് ഇന്ത്യ ശ്രീലങ്കയോട് ഫൈനൽ പരാജയപ്പെടുന്ന ആ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലാണ് ഇരു ടീമുകളും ആദ്യമായി
ഒരു ലോകകപ്പിന് സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അന്ന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത്. അതിനുശേഷം വീണ്ടും ഒരു കലാശ പോരാട്ടത്തിലാണ് ഇരു ടീമുകൾ ഏറ്റുമുട്ടുന്നത്. അന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു കടം കിടപ്പുണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത്, അതൊരു കലാശ പോരാട്ടത്തിൽ. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയുമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ലോകകപ്പിൽ അത്തരത്തിലൊരു കടങ്ങളൊന്നും ബാക്കിയില്ല. ഉണ്ടായിരുന്ന രണ്ട് കടങ്ങൾ ഇംഗ്ലണ്ടിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ഉണ്ടായിരുന്ന ഒരു കടങ്ങൾ രണ്ടും ഇന്ത്യ വീട്ടിയിട്ടുണ്ട്. ശരത്ത് തുടരുക. എന്തായാലും ചലച്ചിത്ര താരവും അതുപോലെ ക്രിക്കറ്റ് പ്ലെയറുമായിട്ടുള്ള രാജീവ് പിള്ള ചേരുന്നുണ്ട്. ശ്രീ രാജീവ് പിള്ള, എന്തായാലും ടീം ഇന്ത്യ ഇന്ന് ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയാണ് ടീം ഇന്ത്യ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2020 ലോകകപ്പിൽ ഉടനീളം ഇന്ത്യയുടെ ഒരു പ്രകടനത്തെ അല്ലെങ്കിൽ ഒരു ഫൈനലിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ത്യയുടെ ഇതുവരെയുള്ള ഒരു പ്രകടനം ഒരു ചാമ്പ്യൻ ടീം എന്ന രീതിയിൽ തന്നെയാണ് ഇതുവരെ കളിച്ചിരിക്കുന്നത്. കളിച്ച ബാക്കി എല്ലാ ടീമുകളെക്കാളും ഒരു പടി മുകളിലായിരുന്നു ഇന്ത്യ. ആദ്യം US പിച്ചസിലായിരുന്നു, പിന്നെ തിരിച്ച് വെസ്റ്റ് ഇൻഡീസിൽ വന്നപ്പോഴായിരുന്നു. എപ്പോഴും അവര് കളിച്ച ടീമുകളിലെല്ലാം വളരെ ആധികാരികമായ വിജയമാണ് നേടിയിരുന്നത്. ആ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഇന്നും കൂടെ കാഴ്ചവെക്കാൻ പറ്റിയാൽ പിന്നെ നമ്മൾ ചാമ്പ്യന്മാരാവും. പിന്നെ എല്ലാ തവണയും എല്ലാവരും പറഞ്ഞു മടുത്തതുപോലെ ഒരു മലയാളിയുടെ സാന്നിധ്യം അതും ഇതിന് അനുകൂലമാവും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ രാജീവ് പിള്ള ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദക്ഷിണാഫ്രിക്കൻ ടീമിനെ നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ സാധിക്കുന്ന ടീമല്ല. ദക്ഷിണാഫ്രിക്കയുടെ പ്രകടനം, അവരുടെ ബാറ്റിങ്ങിലേക്ക് നമുക്ക് ആദ്യം പോകാം അല്ലേ? അതെ, അവരുടെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്വിന്റൺ ഡീകോക്ക് എന്ന് പറയുന്ന ഒരു താരമുണ്ട്. കാഴ്ചയിൽ അത്ര ഫിസിക്കുള്ള ഒരു താരമല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ഷോട്ടുകൾ എന്ന് പറയുന്നത് ത്തോളം മാരകമായ ഷോട്ടുകളാണ്. അതായത് ബോളർമാർ എറിയുന്ന ഏത് പന്തിനെ പോലും ഗ്രൗണ്ടിന്റെ ഏതൊരു ഭാഗത്തേക്കും അടിച്ചു വായിക്കാൻ കഴിവുള്ളൊരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഇന്ത്യൻ ബൗളർമാർ ഭയക്കണം. അത് മാത്രമല്ല പിന്നീട് ഹെൻറിച്ച് ക്ലാസിനുണ്ട് കൂറ്റിനടികൾക്ക് പേര്. ഈ രണ്ട് താരങ്ങളും IPL കൂറ്റിനടികൾക്ക് പേര് കേട്ട താരങ്ങളാണ്. അപ്പോൾ ഈ താരങ്ങൾ നമ്മൾ ഭയക്കേണ്ടത് അനിവാര്യമാണ്. അത് മാത്രമല്ല ഡേവിഡ് മില്ലർ എന്ന് പറയുന്ന ഒരു താരമുണ്ട്. അദ്ദേഹത്തിന് മറ്റൊരു വിളിപ്പേരുണ്ട്, കില്ലർ മില്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രകടനമൊന്നും ഇന്ന് ഉണ്ടാവരുത് എന്ന് ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. കാരണം ബോളിങ്ങിന് ഒന്നാകെ തച്ചുടയ്ക്കുന്ന ഒരു പ്രകടനമാണ് ഈ താരങ്ങളെല്ലാം. ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് സ്റ്റബ്സ് എന്ന് പറഞ്ഞൊരു യുവതാരമുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കഴിഞ്ഞ ആ ഒരു സീസണിൽ മികച്ച പ്രകടനം മധ്യനിരയിൽ കാഴ്ചവെച്ച സ്റ്റബ്സ് ഉണ്ട്. ബൗളിംഗിലേക്ക് വന്നാൽ റബാഡ, നോർക്കയാണ് വിക്കറ്റ് വേട്ടയിൽ ദക്ഷിണാഫ്രിക്കയുടെ നിലവിൽ മുന്നിലുള്ള താരം. ഷംസിയുണ്ട്, കേശവ് മഹാരാജ് ഉണ്ട്. അങ്ങനെ ഒരു പിടി താരങ്ങൾ എന്തായാലും ഉണ്ട്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സന്തുലിതമായ ടീമാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ടീം ഇന്ത്യയുടെ മത്സരം മികച്ചൊരു മത്സരത്തിന് വേണ്ടിയിട്ടാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. നമുക്കും അതിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ബുള്ളറ്റിനുകൾ നമ്മളും സജീവമാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു കലാശപ്പോരിൻ്റെ പ്രത്യേക ഒരു ചർച്ചയുടെ സമയം അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇന്ന് നമുക്ക് 7 മണിക്ക് പ്രത്യേക ചർച്ച നടക്കുന്നുണ്ട്. അതായത് T20 ലോകകപ്പ് ആര് സ്വന്തമാക്കും, കിരീടമാർക്ക് എന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കും. ഈ ഒരു വാർത്താ ബുള്ളറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.